നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ, നമുക്ക് വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തതുമായ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി അവർക്ക് നൽകുവാനും ഈ നാട്ടിൽ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും ഈ ചെറുവ ടൗണിനകത്ത് ഈ ടൗണിന്റെ വികസനം അതുപോലെ ഈ പഞ്ചായത്തിന്റെ വികസനത്തെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാനും അത് അഴിമതിയില്ലാതെ സത്യസന്ധമായി അക്കൗണ്ടബിൾ ആയി നടപ്പിലാക്കാനും കൂടി വേണ്ടിയാണ്. അതുപോലെ മാഫിയകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് സാധാരണക്കാരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കൂടിയാണ് എന്നാണ് പറയുന്നത്. LDF ഇവിടെ നടത്തിയ ഒരു പത്രസമ്മേളനം എല്ലാവരും കണ്ടു കാണുമല്ലോ. പുളിങ്ങ വാർഡിനെ സംബന്ധിച്ചിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, അതായത് ഇതിന് മുൻകാലങ്ങളിലൊക്കെ 550 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കളത്തിൽ ഉപയോഗിച്ചിട്ട് വിജയിച്ച ഒരു വാർഡാണ്. UDFന്റെ സ്വന്തം ഒരു ഘടകം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വാർഡാണ്. ആ വാർഡിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം UDFന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വഴി കൊടുക്കുകയും അതുപ്രകാരം നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന ഒരു പിഴവ് മുതലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം LDF അവിടെ ജയിച്ചത് 5-ാം വാർഡിൽ. പക്ഷെ അവരുടെ വിചാരം LDF കാലാകാലങ്ങളായിട്ട് പുളിങ്ങോം വാർഡിലെ ചെറുപുഴ പഞ്ചായത്തിന് വിജയിച്ചു വരുന്ന ഒരു ടീമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്രാവശ്യം അവരവിടെ പ്രവർത്തിച്ചു നോക്കിയത്. എല്ലാ പ്രവർത്തനങ്ങളും പരാജയത്തിലേക്ക് എത്തി എന്ന് കാണുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വർഗീയ വിദ്വേഷം നമ്മുടെ സ്ഥാനാർത്ഥി നടത്തിയെന്ന് പറഞ്ഞുള്ളൊരു പത്രസമ്മേളനം ഇടതുപക്ഷവും പ്രത്യേകിച്ച് മുൻ മെമ്പറായ സിബിയും ഇവിടെ നടത്തുകയുണ്ടായി. നമ്മുടെ പുളിങ്ങോത്ത് പാലാന്തരം എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു കുടിവെള്ള പദ്ധതി 6 ലക്ഷം രൂപ മുടക്കി ഒരു കുടിവെള്ള പദ്ധതി നിർമ്മിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അതിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ വൻ രീതിയിൽ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിക്കുകയും ഈ 6 ലക്ഷം രൂപ മുടക്കി എന്ത് കുടിവെള്ള പദ്ധതിയാണ് അവരവിടെ നിർമ്മിച്ചത് എന്ന് നോക്കുവാനുള്ള കുറച്ച് ആൾക്കാർ കൂടി നമ്മളവിടെ പോയി നോക്കുകയുണ്ടായി. അവിടെ കണ്ട കാഴ്ച ഒരു വീടിൻ്റെ സൈഡിലുള്ള ഒരു പഴയ കിണർ, ആ കിണറിന് മേലെ ഒരു റിങ് പണിത് വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറം ഒരു ചെറിയൊരു മോട്ടോർ വരെ പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ ടാങ്ക്, 2000-ന്റെ 2 ടാങ്കാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഈ ആകെ 6 ലക്ഷം രൂപ മുടക്കി എന്ന് പറയുന്ന ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവർ പൈസ മുടക്കി ചെയ്ത ഒരു കാര്യങ്ങൾ ഇത് മാത്രമാണ്. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. എന്തായാലും ഇതിൻ്റെ ഒരു അന്വേഷണം വരും എന്നുള്ള ഒരു തോന്നൽ കൂടെ വന്നപ്പോൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു വിദ്വേഷ പ്രസംഗം, ഒരു പരാമർശം നടത്തുന്നുണ്ടായി വാട്സാപ്പ് വഴി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കിയ അവർ ഞങ്ങളിതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു പേടിയിലാണ് കഴിഞ്ഞ ദിവസം മുൻകൂറായിട്ട് അവർ ഇവിടെ വന്ന് ഒരു പത്രസമ്മേളനം നടത്തുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ പാലാന്തരം പ്രദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾ അവിടെ പോയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 6 ലക്ഷം രൂപ മുടക്കി കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനിന്നിവിടെ പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഡെന്നി കാവാലം പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറയണ്ടായി. വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ അങ്ങ് കഴിയും. പിന്നീട് നമ്മളൊക്കെ നേരിട്ട് കാണേണ്ടി വരും കാണേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു പ്രസ്താവന ഇവിടെ ഡെന്നി കാവാലം നടത്തുകയുണ്ടായി. അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഡെന്നി കാവാലത്തിനോടും അതെനിക്ക് സിബി കരിയക്കരയോടും ഞാൻ അവിടെ നിന്ന് പുളിങ്ങോത്ത് നിന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. സിബി അല്ലെങ്കിൽ ഡെന്നി, നമുക്ക് ഇവിടെ നിങ്ങൾ വോട്ട് പിടിക്കാം, ഏത് സ്ഥാനാർത്ഥി ജയിക്കാം. കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ചു, ഇപ്രാവശ്യം UDF ജയിക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ഈ വർഗീയ വിദ്വേഷം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള കാലങ്ങളിൽ മറ്റുള്ള എല്ലാ സമുദായങ്ങളും ഇടപഴകി ചേരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ ഇത് പിന്നീട് ഒരു ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ട് വർഗീയ വിദ്വേഷം ഇവിടെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് ഞാൻ കൃത്യമായി ഡെന്നിയോടും സിബിയോടും പറഞ്ഞ കാര്യമാണ്. അതാണ് അവിടെ ഇന്നലെ ഇവിടെ വന്നിട്ട് അവർ നേരെ തിരിച്ച് ഞങ്ങളുടെ പേരേക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ ഒരു വോയിസ് എൻ്റെ കയ്യിലുണ്ട് കൃത്യമായിട്ട്. ഈ വോയിസ് ഒരിക്കലും ഞാൻ പുറത്ത് പറയണമെന്ന് വിചാരിച്ചൊന്നുമല്ല. പക്ഷെ ഇന്നലെ ഈ വോയിസ് ഇട്ടുകൊണ്ട് നമ്മളെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ച അവരുടെ ശരിയായ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഈ വോയിസ് കേട്ടാൽ മനസ്സിലാവും. പുളിങ്ങോം എന്ന ഒരു
സ്ഥലത്ത് പുളിങ്ങോത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. പുളിങ്ങോ എന്ന സ്ഥലത്ത് അവിടെ കോൺഗ്രസേ ഉള്ളൂ, വേറൊന്നുമില്ല. അവിടെ ആകെ CPM ആരെ ഇടതുപക്ഷത്തിന് വോട്ട് ഒരു 10-100 വോട്ടേ അവിടെ ഉള്ളൂ, വേറൊന്നുമില്ല. നമ്മള് അന്ധമായിട്ട് രാഷ്ട്രീയം പറയുന്ന ആളല്ല ഞാൻ. അപ്പൊ ആ വാർഡില് ലീഗിന് ജയിക്കുക എന്ന് പറയുന്നത്, ലീഗ് അവിടെ ജയിക്കുക, പുളിങ്ങോം ടൗണിന്റെ ഒരു ഭരണം മുസ്ലിം ലീഗിന്റെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത് അവരുടെ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഓക്കെ, അതിന് ഒരു തരത്തിലും അവിടെ അവര് ജയിക്കാത്തത് പറയുന്നത് അവിടെ കോൺഗ്രസ് UDF സംവിധാനം കോൺഗ്രസോ ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. അതിന് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം, ഹിന്ദു സമൂഹം, ഇവർ രണ്ടുപേരും കൂടെ കൂട്ടായി യോജിച്ചുകൊണ്ട് അവര് ഈ രണ്ട് തെരഞ്ഞെടുപ്പിൽ അവരെ പരാജയപ്പെടുത്തി. കേട്ടില്ലേ? ഇതൊക്കെ ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് അവിടെ LDF ഇറക്കി വിടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് യേശുന്നൊരു കാര്യമല്ല. നേരത്തെ ഇവിടെ ഏട്ടൻ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും വർഗീയ വിദ്വേഷം വളർത്തിക്കൊണ്ട് പുളിങ്ങം പാടോ അല്ലെങ്കിൽ ചെറുപുഴ പഞ്ചായത്ത് പിടിക്കാൻ പറ്റില്ല ആർക്കും. കാരണം ഇവിടെ കാലാകാലങ്ങളായിട്ട് എങ്ങനെയാ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ നേരിടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യവും തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് ഈ കളികളൊന്നും വിലപ്പോവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ്. ഒരു പ്രവർത്തനം ആയിക്കോട്ടെ സ്ഥാനാർത്ഥികളെന്ന് വിചാരിക്കുന്നു. സ്ഥാനാർത്ഥി വനിതയാണ്, സ്ഥാനാർത്ഥി വനിതയാണ്. ഒരു സ്ഥാനാർത്ഥി ഒരു മതപരമായ പരാമർശം നടത്തുന്നതാണ് പ്രശ്നം. അതന്നെ വോയിസ് ക്ലിപ്പാണ് അവർ പുറത്തുവിട്ടത്. സ്ഥാനാർത്ഥി സംസാരിക്കുന്നത് ആ വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ട് UDF നിലപാട് എന്താണെന്നാണ് ഞാൻ പറഞ്ഞോ. ജമീല കോളേജ് എന്ന സ്ഥാനാർത്ഥി എന്താണ് അവിടെ പരാമർശം നടത്തിയിരിക്കുന്നത്? അതായത് UDFന്റെ വാർഡ് കമ്മിറ്റി വാട്സാപ്പിൽ വിട്ട ഒരു മെസ്സേജ്. അതായത് രണ്ട് സ്ഥലത്തും പുളിങ്ങോ പാട്ടിനെ സംബന്ധിച്ചറിയാം, 1ാം ഭാഗം 2ാം ഭാഗം ക്രിസ്ത്യൻ സമൂഹം മുസ്ലിം സമൂഹം തിങ്ങി പാർക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ഭാഗത്തു നിന്ന് ദൂരെ നിന്ന് വരാൻ, ശരിക്കും ആ വോയിസ് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ദൂരെ നിന്ന് വരാനുള്ള ആൾക്കാരെ മുഴുവനും നിങ്ങൾ എത്തിച്ചു കൊള്ളണം, നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. ഈ ക്രിസ്ത്യൻ ഭാഗത്തുള്ള ആൾക്കാരെ വരുത്തുവാൻ ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെയാണ് ആ വോയിസിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ആ ഗ്രൂപ്പിൽ എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പാണത്. അല്ലാതെ ഒരു രഹസ്യമായി ഒരു വ്യക്തിക്ക് കൊടുത്ത ഒരു വോയിസ് അല്ല, അത് ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ട വോയിസാണ്. ആ വോയിസിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഭാഗത്ത്, അതായത് ക്രിസ്ത്യൻ ഭാഗത്തിലെ പുറമേയുള്ള ആൾക്കാരെ മുഴുവനും കൊണ്ടുവരാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരത് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാഗത്തിലെ ആൾക്കാരെ മുഴുവനും ഇവിടെ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതാണ് ആ വോയിസിലുള്ള ഒരു ഇത്. അതായത് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഈ ജമീല കോളേജിന്റെ വോയിസ് എന്താന്ന് പറഞ്ഞാല് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വോട്ട് മറിക്കാൻ LDFന്റെ ഭാഗത്ത് ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് അവർ മുന്നറിയിപ്പ് എടുക്കുന്നത്. ശരിയാണ്, LDF അവിടെ ജയിച്ചത് അങ്ങനെ തന്നെയാണ്. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടു. യെസ് പറയുന്നേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് UDFന്റെ വോട്ട്, മുസ്ലിം ലീഗിന്റെ വോട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ഒരു മറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അത് സ്വാഭാവികമല്ലേ? മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇവർ LDF അവിടെ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പരാജയപ്പെട്ടു, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഒരു സമുദായത്തിന്റെ മേലെ കെട്ടിവെക്കാൻ അവർ ശ്രമിക്കും. ഒന്നും നാളെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. കോൺഗ്രസോ ലീഗോ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയോ ആ പരാജയം ആ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയല്ല സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ്. പക്ഷേ ചെറുപുഴ പഞ്ചായത്തിൽ 2020 പെരിങ്ങോമേക്കര പഞ്ചായത്തിൽ ഉണ്ടാകുമ്പോൾ ലീഗിന് 3-4 സീറ്റ് പെടാനെയും അവിടെ എല്ലാം പെരിങ്ങോത്തന്നെ സീറ്റ് ഉണ്ടായിരുന്നു. ചെറുപുഴ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ചെറുപുഴ പഞ്ചായത്ത് രൂപീകരിച്ച 2000 മുതൽ ഈ കഴിഞ്ഞ 2015 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നമ്മുടെ മുന്നണിയിൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് സീറ്റ് നൽകിയിരുന്നില്ല. അതാണ് വസ്തുത. അപ്പോൾ 2015 ആകുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം, ജില്ലാ കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന തീരുമാനം, പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2015 ചെറുപുഴ പഞ്ചായത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന് സീറ്റ് അനുവദിക്കുന്നു. അത് അനുവദിക്കുമ്പോൾ 20 അനുവദിക്കുമ്പോൾ മുസ്ലിം ലീഗിന് പൊതുവെ സ്വാധീനമുള്ളൊരു പ്രദേശം എന്നുള്ള നിലയിൽ നമ്മുടെ പുളിങ്ങോത്താണ് കൊടുത്തത്. പക്ഷേ ആ കൊടുത്ത തീരുമാനം യഥാവിധി വേണ്ടത്ര താഴേക്കടയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ അവരെ സമ്മതിപ്പിക്കുന്നതിൽ നമ്മൾ നേതൃത്വം പരാജയപ്പെട്ടു. അതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രാദേശിക നേതൃത്വം
വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഒരു ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിവലായി വന്നു. വേറൊരു UDF അനുഭാവി, കോൺഗ്രസ്സുകാരനെന്ന് പൂർണ്ണമായും ഞാൻ പറയുന്നില്ല, ലീഗുകാരനെന്നും പറയുന്നില്ല, എന്നാൽ അയാൾ ഒരു UDFന്റെ അനുയായിയായ ഒരാളും കൂടെ നോമിനേഷൻ കൊടുത്തു. അങ്ങനെയാണ് അവിടെ പരാജയപ്പെട്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു സമുദായം വ്യാപകമായി ഈ സ്ഥാനാർത്ഥിക്കെതിരെ നീങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല പരാജയപ്പെട്ടത്. സംഘടനാപരമായ വീഴ്ചയാണ് എന്ന് UDFന്റെ ഭാഗത്ത് വന്നാണ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിന് മേലെ അത് കെട്ടിവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. മറിച്ച് LDF അത് ആഗ്രഹിക്കുന്നു. അതാണ് അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി ഇന്നലെ ഈ ആരോപണം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ ജമീല കോളേജ് പറഞ്ഞത് വളരെ വ്യക്തമാണത്. ഈ ക്രിസ്ത്യൻ വോട്ട് മറിക്കാൻ, ഏത് രൂപത്തിൽ വർഗീയത പറഞ്ഞു മറിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. പകരം അവർ ശ്രമിക്കുമ്പോൾ അവരുടെ വോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും എന്ന് ജമീല പറയുന്നുണ്ട്. പുറത്തുള്ള ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും ഒരേ അളവിലാണ് അവർ പറയുന്നത്. അതിലല്ല നമ്മളെ വോട്ട് നിങ്ങളെ വോട്ട് എന്നില്ല. നമ്മളെ വോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ മുന്നണിൻ്റെ വോട്ടാണ്. സ്വാഭാവികമായിട്ട് നമ്മളെ മുന്നണിൻ്റെ വോട്ടാണ്. ഒരുപക്ഷെ ലീഗിൻ്റെ വോട്ടാവാം, അതൊക്കെ സ്വാഭാവികം. അപ്പം അതല്ലാതെ യാതൊരു തരത്തിലും പരാമർശം, അതിൽ കേസ് കൊടുത്തിട്ട് നമ്മൾ കേസ് നേരിടും. പക്ഷെ അതൊന്നും ഈ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഈ അവസാന ലാപ്പിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, തെരഞ്ഞെടുപ്പിൽ ഉന്നതമായ വിജയം, ഉജ്ജ്വലമായ വിജയം UDFന് കിട്ടുമെന്ന് LDFന് വളരെ വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥാനാർത്ഥികൾക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അവസാന നിമിഷം നമ്മളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ, പുളിങ്ങോത്ത് ഞങ്ങൾ ജയിച്ചാൽ അല്പം ഒരു സ്പർദ്ധ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ LDF. ആ ഉണ്ടാക്കിയെടുത്ത സ്പർദ്ധ അവസാനിപ്പിക്കാൻ ആദ്യത്തെ ശ്രമം അതാണ് നടത്തൽ. അതെന്ന് വെച്ചാൽ ഉന്നതമായ പാരമ്പര്യം, മുസ്ലിം അവിടെ ഈ പുളിങ്ങം മഖാമുള്ള ഒരു പ്രദേശമാണ്. അവിടെ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ് പുളിങ്ങം. അതില്ലാതാക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണ് LDF. എന്തുകൊണ്ടാണ്? അവർക്ക് വേറെ മാർഗങ്ങളില്ല, വേറൊരു വഴിയും അവിടെ ജയിക്കാൻ. കാരണം 10 വോട്ട് എണ്ണിയെടുക്കാനില്ലാത്ത പുളിങ്ങം 5-ാം വാർഡിലാണ് ഞങ്ങളെ ഈ പറയുന്ന മഹാഭൂരിപക്ഷമുള്ള അവിടെ അവർ ഭിന്നിപ്പുണ്ടാക്കി. അത് ഞങ്ങളതിനും കൂടെ തകരാറാണ്. അതവർ മുതലെടുത്തു. അതിൽ രാഷ്ട്രീയ വിജയം LDFന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തവണ അതിൻ്റെ എല്ലാ പഴുതുകളും പ്രാദേശിക നേതൃത്വം മുഴുവനായും ഈ സ്ഥാനാർത്ഥിയുടെ കൂടെയാണ്, എല്ലാ വിഭാഗം ജനങ്ങളും. അതുകൊണ്ട് തന്നെ ഈ ചെറുപുഴ പഞ്ചായത്തിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷം ജയിക്കാൻ വേണ്ടി പോകുന്ന പുളിങ്ങം. അതിൻ്റെ ഒരു വിരളിയാണ് ഈ കാണിക്കുന്ന അവസാന നിമിഷം കാണിക്കുന്ന രംഗം. മറ്റു ചില യാഥാർത്ഥ്യങ്ങളില്ല എന്നതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്. ഇല്ല, അങ്ങനെയില്ല. അത് ഞാൻ ചോദിക്കുന്നു, ഞാൻ ആവശ്യം പോലെ ഉപയോഗിക്കുന്നത് മാത്രമാണ്. ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട് എന്നില്ല, ഞങ്ങൾക്ക് ഒറ്റ വോട്ടേ ഉള്ളൂ. ഹിന്ദു വോട്ടും ഇല്ല. സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വോട്ട്, ഹിന്ദു വോട്ടില്ല. എല്ലാ വോട്ടർക്കും ഒരേ തുല്യമായ അവകാശം. ഒരു വോട്ടിന് അത് ക്രിസ്ത്യാനി വോട്ട് ചെയ്താലും ക്രിസ്ത്യൻ വോട്ട് ചെയ്താലും മുസ്ലിം വോട്ട് ചെയ്താലും വോട്ടിന് ഒറ്റ മൂല്യമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കാണുന്നു. അത് KPC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഗീയതയും താലോലിക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങളത് ഇന്നലകളിലും ചെയ്തിട്ടില്ല, നാളെയും നിങ്ങളുടെ നിലപാട് വരും. ഈ പുളിയോട്ടെ നിങ്ങൾ പറഞ്ഞു ഇത് UDF പ്രശ്നങ്ങളൊന്നുമില്ല, UDF അനുകൂലികളെല്ലാം ജനതയ്ക്ക് പിന്നിലാണെന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ടോ? ഉറച്ച ബോധ്യമുണ്ട്. അത് ഈ പഴയ അതായത് ലീഗിന് സീറ്റ് കൊടുത്തത് കോൺഗ്രസ് അണികൾക്ക്, അവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ ഈ പ്രാവശ്യം ഇവിടുന്ന് കോൺഗ്രസിന്റെ പഞ്ചായത്ത് ബസ് ഉണ്ടായി, അല്ലെങ്കിൽ ജയിച്ചു വന്നിരുന്ന പഞ്ചായത്ത് ബസ് ഉണ്ടായിരുന്ന ആളെ കോൺഗ്രസിന്റെ കൂടി സ്ഥാനാർത്ഥി ആയിക്കോട്ടെ എന്ന രീതിയിലാണ് കോൺഗ്രസ്. അതിന് കൃത്യമായ ക്ലാരിറ്റി തരാം. അതായത് ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ലീഗിന് അനുവദിച്ച സീറ്റാണ് 5-ാം വാർഡ് സീറ്റ്. ലീഗിന് അനുവദിച്ച സീറ്റാണ്. പൂർണ്ണമായും ലീഗിൻ്റെ നിയന്ത്രണത്തിൽ. ലീഗിന് കോണി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം, സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം, അപ് ടു ലീഗ്. ആ രീതിയിൽ കൃത്യമായും നമ്മളെ ഈ മുന്നണി ചർച്ചയ്ക്കിടയിൽ ലീഗിന് അനുവദിക്കപ്പെട്ട ലീഗിൻ്റെ നേതാവ് ഇരിക്കുന്നുണ്ട്, ലീഗിന് അനുവദിക്കപ്പെട്ട സീറ്റാണ്. ലീഗിനെ സംബന്ധിച്ച് ലീഗ് ഉയർന്ന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇതിലിപ്പം നമുക്കൊക്കെ അറിയുന്നത് പോലെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളെ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ചു പോകുന്ന ഒരു മേഖലയാണ് ചെറുപുഴ. അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വേണം ജയിച്ചോട്ടെ, പക്ഷെ മതപരമായ വേർതിരിവ് ഉണ്ടാവാനേ പാടില്ല. ആ ഒരു ശ്രമം പുളിങ്ങോം ടൗണിനകത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക അവിടുത്തെ കോൺഗ്രസിനുണ്ട്, ലീഗിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന ചിന്ത അവർ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഇത്തവണ അതൊന്ന് ബാലൻസിങ് ചെയ്യാൻ അവർ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായാണ് ജമീല കോളേജ് അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. അതല്ലാതെ കോൺഗ്രസ് നൽകിയ, ലീഗിന്റെ നേതാക്കൾ ഇവിടെ ഉണ്ട്, കോൺഗ്രസ് നൽകിയ സ്ഥാനാർത്ഥിയല്ല ജമീല കോളേജ്. ഈ 5-ാം വാർഡ് എന്ന് പറയുന്നത്
ഉത്തരവാദിത്തോടുകൂടി പറയാം, 5-ാം വാർഡ് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ലീഗ് മത്സരിക്കുന്ന വാർഡാണ്. കൃത്യമായും ലീഗിന് നൽകിയ വാർഡാണ്. അതിനകത്ത് യാതൊരു തർക്കവും വേണം. പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മളെല്ലാവരും, മാധ്യമപ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും നമ്മളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉയർന്ന മൂല്യത്തിൽ ചിന്തിക്കണം. നമ്മൾ വർഗീയമായ വേർതിരിവുകളോ ചേരിതിരിവുകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വോട്ട് എന്ന് പറയുന്നത് 18 വയസ്സ് തികഞ്ഞ ഏതൊരു പൗരന്റെ അവകാശമാണ്. അയാളെ ജാതിയോ മതമോ അല്ലെ മറ്റ് വർണ്ണമോ മറ്റൊന്നും അതിലൊരു ഘടകമല്ല. പിന്നെ അയാൾ ഏത് രീതിയിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അയാളെ വിവേചന അധികാരത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരം വോട്ടുകളെ സ്വാധീനിക്കത്തക്കതായ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ആ പ്രചരണത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കിക്കൊണ്ടും പിന്നെ സ്വന്തം വിവേചന അധികാരം ഉപയോഗപ്പെടുത്തി ഓരോ വോട്ടറും വോട്ട് ചെയ്യുന്നല്ലാതെ വോട്ടർമാരെ ഒരു കാരണവശാലും തരംതിരിക്കരുത്. അവർ വോട്ടർ എന്നതിനപ്പുറത്തേക്ക് പിന്നെ നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ അവരെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളിലെ വോട്ടർമാരെന്നോ അല്ലെങ്കിൽ ജാതീയമായ വോട്ടർമാരെന്നോ ദയവായി തരംതിരിക്കരുത്. അത്തരം ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു തീരുമാനമില്ല. ചെറുവഴിയിലും വിശിഷ്യായില്ല, പ്രത്യേകിച്ചുമില്ല. കഴിഞ്ഞ തവണ ഈ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമായ ഒരു സ്ഥാനാർത്ഥിയെ ജമീനെ പോലെ ഇത്തവണ വീണ്ടും പാർട്ടി അവരെ തെരഞ്ഞെടുത്ത് വീണ്ടും അവരെ പുണ്യോട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എങ്കിലും അവരങ്ങനെ ചെയ്തതിന്റെ എന്തുപോലെ കോൺഗ്രസ് അണികളിൽ ഉണ്ടാവണം. എനിക്ക് പറഞ്ഞ ഒരു പഞ്ചായത്ത് ഭരണവർഷത്തിലാണ് എല്ലാം കാരണമാക്കിയ ഒരു സംഭവം ഉണ്ടാവില്ല സ്ഥാനാർത്ഥികളും വന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ജനങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നു. അല്ല, പിന്നെ ആദ്യമേ ഞാനതില്ലേ കോൺഗ്രസിന്റെ പിന്നെ ഒരുപക്ഷെ വർഷങ്ങളായി മാധ്യമപ്രവർത്തനം നിങ്ങൾക്ക് സംബന്ധിച്ചോളം അറിയാം. കോൺഗ്രസ് സംബന്ധിച്ചുള്ള ഇൻസ്റ്റന്റ് ആയിട്ടായിരുന്നു പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നേരിട്ടെങ്കിൽ ഇത്തവണ 16 മാസം മുമ്പ് തന്നെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ച് ഘട്ടം ഘട്ടമായി പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തി ആ രീതിയിൽ വോട്ട് പൊട്ടിച്ചെടുത്ത് അങ്ങനെ എല്ലാ സംഘടനാപരമായ കാര്യങ്ങളും തീർത്തതിന് ശേഷം വന്നത്. അതിനകത്ത് തന്നെ കൃത്യമായി 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയിലെ ആളുകൾക്ക് കൃത്യമായി അറിയാം ഇതൊരു ഘടകകക്ഷി വാർഡാണെന്ന്. അത് പാർട്ടിയിലെ പിന്നെ നേതാക്കൾ എല്ലാവരും, ബ്ലോക്ക് പ്രസിഡന്റായി ഞാനാവട്ടെ, മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിരന്തരമായി ആവട്ടെ, UDFന്റെ ചെയർമാൻ ആവട്ടെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ചാർജിലാണാവട്ടെ, ഒക്കെ അവരെ വിളിച്ചിരുത്തി കൃത്യമായി ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. പിന്നെ ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റിനാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇഷ്ടംപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ലീഗിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചു. അത് സ്വാഭാവികമായും എന്താണ്, അത് വിജയസാധ്യത മുൻനിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനകത്താണ്. അപ്പോൾ സ്വാഭാവികമായും പുളിങ്ങോത്തിനകത്ത് വിജയസാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ലീഗ് എടുത്ത തീരുമാനം, തീർത്തും ലീഗിന്റെ നേതാവ് ഇവിടെ ഇരിക്കുന്നത് അവരത് വിശദീകരിക്കും, തീർത്തും ലീഗ് എടുത്തൊരു തീരുമാനമായിരുന്നു അത്. ലീഗ് എടുക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അവിടുത്തെ കോൺഗ്രസ്സുകാർ ഒന്നിച്ച് നീങ്ങും എന്ന് ആദ്യമേ കോൺഗ്രസ് നേതൃത്വത്തിന് ഉറപ്പ് കൊടുത്തിരുന്നു. ആ ഉറപ്പ് നമ്മൾ ലീഗ് നേതൃത്വത്തിന് കൊടുത്തിരുന്നു. ഇത്തവണ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്നുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ലീഗിന് ഉറപ്പ് കൊടുത്തതാണ്. അവിടെ റിബൽ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അവിടെയുള്ള മുഴുവൻ പാർട്ടിയുടെ എണ്ണപ്പെടുന്ന നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ഈ പറയുന്ന സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്. അത് പിന്നെ ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടത് പൂർണ്ണമായും ലീഗിന്റെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അവർക്ക് ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക, അത് മാത്രം അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത്തവണ ഡിവിഷൻ ഉണ്ടാവില്ല എന്ന് ലീഗിന് ഉറപ്പ് കൊടുത്തു. അപ്പൊ കഴിഞ്ഞ പോലെ പാർട്ടി അതുകൊണ്ടാണോ അല്ല, ഞാൻ അതിന്റെ കാരണം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴായി ഉണ്ടാവുന്ന മുൻകാലങ്ങളിൽ ഉണ്ടാവുന്ന സംഘടനാ ദൗർബല്യം പരിഹരിച്ചുകൊണ്ടായിരുന്നു ഇത്തവണ ഉണ്ടായത്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നവർക്കുള്ള മീറ്റിംഗ് ഒരേ സമയം, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ഒരേ സമയത്താണ് നടക്കുകയാണെങ്കിൽ ഇത്തവണ അതിന് 1 വർഷം മുമ്പ് തന്നെ 1.5 വർഷം മുമ്പ് തന്നെ നടത്തിക്കൊണ്ട് ആദ്യമേ ഓരോ ഘട്ടങ്ങളിൽ ആരാവാം അവിടത്തേക്ക് കടന്നു വരാവുന്ന സ്ഥാനാർത്ഥി എന്ന ബോധ്യം അവിടുത്തെ പാർട്ടിയിലെ ആളുകൾക്ക് നൽകിക്കൊണ്ടാണ് മുന്നോട്ട് തുടങ്ങിയത്. കഴിഞ്ഞ തവണ പാർട്ടി നിർദ്ദേശിച്ചു വന്നതല്ല, പാർട്ടിയിലെ അസംതൃപ്തരായ ആളുകൾ അവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റന്റായി നമ്മൾ പൊളിറ്റിക്സ് ഒരു ഇലക്ഷനിലേക്ക് പോയപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടിന്റെ ഭാഗമായി അവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് റിബൽ സ്ഥാനാർത്ഥി ഒന്നും. ഇന്നിപ്പോൾ ആ പറഞ്ഞ സ്ഥാനാർത്ഥി, മുൻകാലങ്ങളിൽ ഉണ്ടായ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന പിന്നെ പാർട്ടിയുടെ പരിപാടികളും അതുപോലെ തന്നെ നിലവിലുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് യോജിച്ച് പ്രവർത്തിച്ചു പോകാൻ. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് മാണിവിഭാഗം ഞങ്ങൾ UDFിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് തരും, അതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്കൊരു റിബൽ സ്ഥാനാർത്ഥി തരും. അത് ശരിവെക്കുന്നതാണ് പറഞ്ഞ കാര്യം. അല്ല, ഒരിക്കലുമല്ല. കാരണം ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഞങ്ങളിപ്പം ഘടകകക്ഷികൾക്ക് മത്സരിക്കുന്ന സീറ്റുകളിലും അതുപോലെ തന്നെ ഇപ്പം കേരള കോൺഗ്രസിന്റെ നേതാവ് മുളമണ സാർ ഇവിടെയുണ്ട്. ഇപ്പൊ പുളിങ്ങോട് ഡിവിഷൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. വളരെയധികം നമ്മൾ ഈ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നൽകുന്ന സീറ്റുകളിൽ ഒരു കാരണവശാലും കോൺഗ്രസിന്റെ സീറ്റുകളിൽ റിബൽ ഉണ്ടായാലും ഘടകകക്ഷിയുടെ സീറ്റുകളിൽ റിബൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ചെറുപുഴ പഞ്ചായത്തിനകത്തെ നേതാക്കന്മാർ നേരത്തെ എടുത്ത തീരുമാനം കൃത്യമായ രീതിയിൽ നടപ്പിലാക്കിയത്. പിന്നെ നമ്മളിപ്പോൾ പാളിച്ചകളും പ്രശ്നങ്ങളും തീർത്ത് വരുമ്പോഴല്ലേ കുറച്ചുകൂടി ക്ലിയർ ഉണ്ടാവുക. മുൻകാലങ്ങളിൽ ഒരു പക്ഷേ കേരള കോൺഗ്രസിന്റെ നേതാവ് അവിടെ റിബൽ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ചില ഘട്ടങ്ങളിൽ ചില സീറ്റുകൾ കോൺഗ്രസ് ജയിക്കുമായിരുന്ന സീറ്റുകൾ ഈ പറഞ്ഞ പോലെ ഘടകകക്ഷി ചർച്ചയോടനുബന്ധിച്ച് നിർബന്ധമായി പിടിച്ചു വാങ്ങിയിട്ടുണ്ടാവും.
അത് ആ മേഖലയിലെ പ്രാദേശികമായ ആളുകളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് തയ്യാറാവാത്ത സാധിക്കാത്ത സാഹചര്യം വന്നപ്പോൾ അവരവിടെ റിവിൽ നിന്നിട്ടുണ്ടാവും. ഇത്തവണ പാർട്ടിക്കകത്ത് ആദ്യമേ ഉണ്ടായിരുന്ന തീരുമാനം ഏത് ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്താലും ആ സീറ്റ് കൃത്യമായും അവരെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നതായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുപോകും. എഴുതുന്നു അവസാന മണിക്കൂറിലേക്ക് അടയ്ക്കുക. നാളെ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഈ മലബാർ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ചെറുപുഴ പഞ്ചായത്ത്, കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഭരണം പ്രാവശ്യം UDFൻ്റെ കൈകളിൽ എത്തുമെന്നാണ് ഞങ്ങളെല്ലാ വാർഡുകളിലും പ്രദേശങ്ങളിലും പോയപ്പോൾ ജനങ്ങൾക്ക് വലിയ ആവേശമുണ്ട്. പഞ്ചായത്തിൻ്റെ ഭരണം മാത്രമല്ല, കേരള ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ജനവികാരം മൊത്തം ഈ പ്രദേശങ്ങളിലും ഈ സംസ്ഥാന ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. നിലവിലുള്ള LDF ഗവൺമെൻറ്റിനെതിരെയുള്ള ജനവികാരം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ അർത്ഥത്തിൽ ഞങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഒരാക്ഷേപം വന്ന് ചില ആൾക്കാർ പറയാനുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്ത് വാർഡിൽ സീറ്റ് ഇല്ല എന്നുള്ളത്. ഞങ്ങളുടെ പാർട്ടി കൂടി ഇപ്പോൾ ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന കരിയക്കര വാർഡ് ആണ്, 7ാം വാർഡാണ് ഞങ്ങൾക്ക് മത്സരിക്കാൻ പോകുന്നത്. പ്രാവശ്യം ഞങ്ങൾ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഈ പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF വീണ്ടും അധികാരത്തിൽ വരണം. ഏതെങ്കിലും ഒരു ഘടകകക്ഷി എന്നുള്ളത് ഞങ്ങൾ അതിനകത്ത് നിന്നിട്ട് ഒരു സീറ്റ് പിടിച്ച് മത്സരിച്ചിട്ട് ഇതിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട്, ഞങ്ങൾക്ക് അത്ര സ്വാധീനമില്ലാത്തതുകൊണ്ട് ആ പഞ്ചായത്ത് വാർഡ് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ, കാരണം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഞങ്ങൾ ബ്ലോക്ക് കൊണ്ട് മാത്രം മത്സരിക്കാൻ തീരുമാനിച്ചത് ഈ പഞ്ചായത്തിൽ UDFൻ്റെ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ വാർഡ് വിട്ടിട്ട് ബ്ലോക്കിൽ മാത്രം മത്സരിക്കുന്നത്. അത് ആ ബ്ലോക്ക് അടക്കം നമ്മുടെ ഈ പഞ്ചായത്തിലെ ഭൂരിപക്ഷം സീറ്റുകൾ നേടിക്കൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഇങ്ങനെ UDFൻ്റെ ഒരു പ്രതിനിധി 21-ാം തീയതി പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ സുദിനത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അങ്ങനെ ആൾക്കാരിൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞങ്ങൾ എല്ലാ ഭാഗങ്ങളിലും പറയുന്നുണ്ട്. അതുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിഷയം ബന്ധപ്പെട്ട് വിഷയം എടുത്തിരിക്കുന്നു. ഇപ്പോൾ സ്വാഭാവിക പത്രസമ്മേളനം നടത്തി ഇന്നലെ അവർ വർഗീയപരമായി പറയുന്നു എന്നതാണ് UDF പിടിക്കുന്നതിന് മേലാണല്ലോ മെയിനായിട്ടും. നമ്മൾ ആ ഒരു വിഷയം ബന്ധപ്പെട്ട് ഒരു എതിർ ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ, കോമണാണ് മുന്നോട്ട് വെക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ അത് പൂർണ്ണമായും വിശ്വസിക്കുമെന്ന് 2 രാഷ്ട്രീയ പാർട്ടിക്ക് ബാധകമാണത് വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടാവും. അതിന്റെ മറുപടി വെച്ചത് ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പത്രസമ്മേളനം ആയല്ല ഞങ്ങളുടെ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് ഞങ്ങളുടെ ആത്മവിശ്വാസം മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തെ കണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ഈ കൊട്ടിക്കലാശോട് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഈ പത്രസമ്മേളനം കണ്ടത്. പിന്നെ അതിനിടയിൽ യാദൃശ്ചികമായി ഇന്നലെ പത്രസമ്മേളനം ഞങ്ങൾ വീക്ഷിച്ചതിൽ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ പാർട്ടിയോ അല്ലെങ്കിൽ മുന്നണിയോ മറുപടി പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാത്ത രീതിയിൽ പറഞ്ഞത്. പിന്നെ വർഗീയപരമായ ഒരു അജണ്ടയും മുന്നോട്ട് വെച്ച് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നേരിടുന്നില്ലാന്ന് ഉറച്ച വിശ്വാസമുള്ള ആളുകളാണ് ഇതിൽ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഈ മുന്നിരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് നെഞ്ചിലേക്ക് വെച്ച് പറയാം. ഇതിനു മുമ്പേ പറഞ്ഞിരിക്കുന്നു, ഇപ്പൊ നേരത്തെ ഞാൻ ഈ പറഞ്ഞ എല്ലാം ഈ മാഫിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു, ഈ വികസനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു, അതിശയോക്തി കലർന്ന ഒരു കാര്യം അതിനകത്തില്ല. എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ഇതിലും ഭംഗിയായി ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കറിയാം, നാട്ടുകാർക്കറിയാം, എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾ രാഷ്ട്രീയമായി പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു വോയിസ് മെസ്സേജിലാണ് ഒരു തീർത്തും സ്വകാര്യമായ ഒരു പ്രവർത്തകർക്കിടയിൽ നൽകിയ ഒരു വോയിസ് മെസ്സേജ് വളച്ചൊടിച്ചുകൊണ്ട് അത് മുന്നോട്ട് വെക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടിമോഹത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ മാത്രമേ അത് കാരണമുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ UDFന്റെ ചെയർമാൻ അത് ആ രീതിയിൽ പറഞ്ഞത്. ഈ രീതിയിൽ പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ആ രീതിയിൽ മറ്റൊരു കാര്യത്തിൽ മറ്റൊരു രീതിയിൽ കാണുന്ന സാഹചര്യത്തിൽ പോകുന്നു പറയുന്നത് രാഷ്ട്രീയമായി മാത്രമല്ല സാമൂഹികമായി വലിയ അപകടമാണ്. ആ വേടത്തിലേക്ക് പോകാതിരിക്കേണ്ട മാന്യത കാണിക്കേണ്ട ആദ്യ രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചിന്തയോ തോന്നലോ സ്വപ്നത്തിൽ പോലും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോളം ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ പത്രസമ്മേളനം ഉപയോഗിച്ചത്. അതുമാത്രമല്ല പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, UDFനകത്ത് വിള്ളലുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് UDFന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സാധനം LDF കിട്ടാൻ കാരണം. അതെയല്ല, ഈ സത്യത്തിൽ ഇപ്പം നമ്മളിപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സൃഷ്ടിക്കും. ഇപ്പൊ ഞങ്ങൾ ഈ UDFന്റെ പിന്നെ
ചുരുവ പഞ്ചായത്ത് വാട്സപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിൽ ഇതൊന്നും പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും ഇഷ്ടപ്പെടും. ഇപ്പൊ മിനിഞ്ഞാന്ന് DJ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സംഭവം, DJ നടത്തുന്ന കാര്യത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഓൾ പാർട്ടി മീറ്റിംഗിനകത്ത് കൃത്യമായ ധാരണ ഉണ്ടായത് 9-ാം തീയതി വൈകിട്ടായി DJ നടത്തുന്നതാണ് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ അതിന്റെ ഇതുണ്ട്, ഫിക്സിഡ് കോപ്പി ഇത് ഞാൻ തരാം. അപ്പോ ഞങ്ങൾ 8-ാം തീയതി വൈകുന്നേരം അത് നടത്തുന്നു. അതുപോലെ തന്നെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായി 6-ാം തീയതി ഞങ്ങളുടെ മൈക്ക് പ്രൊഫഷൻ അതിന് CPM നൽകിയത് EP ജയരാജന്റെ ഡേറ്റ് അന്നാണെന്ന് ഈ പറയുന്ന ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ആള് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിനകത്തുള്ള തർക്കമില്ല. EP ജയരാജന്റെ മുഖ്യമന്ത്രി വന്നാൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യാതൊരു പ്രയാസമില്ലാതെ നിന്ന് അധികം മാറിയിരുന്നു. എപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞൊരു കാര്യം 8-ാം തീയതി ഞങ്ങൾ നടത്തും, നിങ്ങൾ അതിനോട് സഹകരിക്കണം. അപ്പൊ 8-ാം തീയതി അങ്ങനെ പരസ്പര സഹകരണത്തോടെയായിരുന്നു ഞങ്ങൾ കൃത്യമായി മുന്നോട്ടിരിക്കുന്നത്. രാഷ്ട്രീയം പറയാൻ സമ്മതല്ലെന്നോ വിദ്വേഷം ഉണ്ടാവണമെന്നോ ഒന്നും കാര്യമില്ല. രാഷ്ട്രീയം ഞങ്ങൾ കൃത്യമായി ബോധ്യപ്പെടും. ആ കാര്യത്തിൽ ഒറ്റ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സഹകരണത്തോടെ ഇരിക്കും. എന്നാൽ ഈ DJ സംവിധാനം ചെറുപുഴ ടൗണിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് ഒഴിവാക്കാൻ വേണ്ടി ഇതേ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആൾ ഈ 6 റിട്ടേണിംഗ് ഓഫീസർക്കും പോലീസിനും പരാതി നൽകിയതാണ്. ഞങ്ങൾക്ക് അതിലേക്ക് വരാൻ സാധിക്കാത്തൊരു പ്രശ്നം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമം ലംഘിച്ചുകൊണ്ട് വരാനില്ല, പക്ഷെ നിയമം ലംഘിച്ച് വന്നിട്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് കൃത്യമായി ജനങ്ങളുടെ കാര്യങ്ങൾ എത്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ DJ അവിടെ വെച്ച് അവസാനിപ്പിച്ചതിന് പിന്നെ കാരണം അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചത് ഏതെങ്കിലും തരത്തില് പിന്നെ ഈ ഇപ്പം എന്താ പറയാ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പറഞ്ഞുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ സാധനങ്ങൾ പുറത്തു പോകുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലെ സാധനങ്ങൾ നിങ്ങൾക്കൊക്കെ എപ്പോഴും വേണം കിട്ടും. ആര് വിചാരിച്ചത് നിങ്ങൾക്ക് അറിയുന്നത്? ഞങ്ങളത് അങ്ങനെ ഭയങ്കരമായി മുടിവെക്കപ്പെട്ട് ചെയ്യുന്ന സംഭവമേ അല്ല. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ വളരെ സ്പെസിഫിക് ആയ നേതാക്കന്മാർ മാത്രമല്ല, എല്ലാ തരത്തിലും ആളുകളുണ്ടാവും, അനുഭാവികളുണ്ടാവും. നമ്മൾ അങ്ങനെ ആണെന്ന് തോന്നുന്നവരെ വരെ നമ്മൾ ഇത് കേസുമായിട്ട് എതിർപ്പാർട്ടി മുന്നോട്ട് പോയാൽ കേസ് തെരഞ്ഞെടുപ്പ് അതൊന്നും കുഴപ്പമില്ല. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985